ഇനി സ്വർണ്ണ കവർച്ച കേസിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവിന് പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും. തന്ത്രിയുടെ ജാമ്യാപേക്ഷയും കൊല്ലം വിജിലൻസ് കോടതി നാളെ പരിഗണിക്കും. അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞത് ചൂണ്ടിക്കാട്ടി മുരാരി ബാബു സമർപ്പിച്ച ജാമ്യ ഹർജികളും വിജിലൻസ് കോടതിയുടെ പരിഗണനയിലുണ്ട്. വിവരങ്ങൾ നൽകാൻ SP ശ്രീനന്ദ ചേരുന്നുണ്ട്. ശ്രീനന്ദ, ഈ സ്വർണ്ണ കവർച്ച കേസിൽ അറസ്റ്റിലായ തന്ത്രിയെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. എപ്പോഴാകും കസ്റ്റഡിയിൽ വാങ്ങുക? എന്തൊക്കെ ആവശ്യങ്ങളാകും കോടതിയിൽ ഉന്നയിക്കുക? അശ്വതി, സ്വർണ്ണക്കവർച്ച കേസിൽ നിരവധി കണ്ടെത്തലുകളാണ് ED വന്നതിന് ശേഷം ഉണ്ടായിരിക്കുന്നത്. അതേസമയം SITയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വീഴ്ചകളെക്കുറിച്ചും കോടതികൾ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. കോടതി ഈ ഒരു കുറ്റപത്രം സമർപ്പിക്കാനെടുത്ത ഒരു കാലതാമസം, അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം പോലും പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇന്ന് തന്ത്രി കണ്ഠരര് രാജീവരെ SIT ഒരു ദിവസത്തേക്ക് ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിൽ വാങ്ങുന്നൊരു സാഹചര്യമാണുള്ളത്. അതിനുവേണ്ടി കസ്റ്റഡി അപേക്ഷ കഴിഞ്ഞ ദിവസം കോടതിയിൽ സമർപ്പിച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് 11 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയായിരിക്കും തന്ത്രി കണ്ഠരര് രാജീവരെ കസ്റ്റഡിയിൽ വാങ്ങുക. ഈ കസ്റ്റഡിയിൽ വാങ്ങുന്ന നേരം എന്താണ് SIT ഇദ്ദേഹത്തിൽ നിന്ന് അറിയേണ്ടത് എന്നുള്ള കാര്യം, കാരണം ഈ കണ്ഠരര് രാജീവര് ഈ ഒരു പ്രതിയാണ് അല്ലെങ്കിൽ അദ്ദേഹം കുറ്റം ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ SIT പറയുന്നുണ്ടെങ്കിലും അതേസമയം മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയോ അതുപോലെ തന്നെ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന PS പ്രശാന്തിനെയോ ഒന്നും അറസ്റ്റ് ചെയ്യാനുള്ള യാതൊരു നടപടിയും SITയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നില്ല. അതേസമയം ശങ്കർദാസിനെ ആശുപത്രി കിടക്കയിലായതുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു കാലതാമസവും SITയുടെ ഭാഗത്തു നിന്നുണ്ടായി. അങ്ങനെ നിരവധി കാര്യങ്ങളാണ് SIT വീഴ്ച വരുത്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ തന്ത്രിയുടെ ഭാഗത്ത് നിന്നും അല്ലെങ്കിൽ തന്ത്രിയുടെ പക്കൽ നിന്നും എന്ത് തെളിവാണ്, എന്ത് കാര്യങ്ങളാണ് കൂടുതലായി SIT സംഘത്തിന് അറിയാനുള്ളതെന്നുള്ളത് വളരെയധികം നമ്മൾ നോക്കിക്കാണേണ്ട ഒരു കാര്യമാണ്. കാരണം തെളിവുകൾ ഉണ്ടായിട്ട് കൂടി മറ്റുള്ളവരെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നടപടി സ്വീകരിക്കാതെ എല്ലാം എതിരായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്തുകൊണ്ടാണ് ഈ ഒരു CPMന്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത്? കാരണം SITയുടെ അന്വേഷണത്തിൽ നിരവധി പേർ ആ ഒരു കുറ്റം പറയുകയുണ്ട്. SITയുടെ അന്വേഷണം നേരായ രീതിയിലല്ല പോകുന്നത്, കുറ്റപത്രം കറക്റ്റ് സമയത്ത് സമർപ്പിക്കുന്നില്ല, അങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു പ്രശ്നങ്ങളുടെ സാഹചര്യത്തിൽ ഇതെങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ളൊരു കാര്യമാണ് ഇവിടെ പറയുന്നത്. അതേസമയം മുരാരി ബാബുവിൻ്റെയും ഒക്കെ കസ്റ്റഡി അപേക്ഷ ഇന്ന് നാളെ പരിഗണിക്കുന്നുണ്ട്. 90 ദിവസം അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞൊരു സാഹചര്യത്തിലാണ് ഈ കസ്റ്റഡി കാലാവധിയൊക്കെ അവസാനിക്കാനിരിക്കുമ്പോഴാണ് അവർ ഈ ഒരു അപേക്ഷ ജാമ്യഹർജിക്ക് വേണ്ടിയുള്ള അപേക്ഷ നൽകിയിരിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ ഒക്കെ ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു പിക്ചർ എന്ന് പറയുമ്പോൾ SITക്ക് മുന്നിൽ തെളിവുകൾ ഉണ്ടായിട്ടും, കാരണം പത്മകുമാർ അടക്കമുള്ളവർ കടകംപള്ളി സുരേന്ദ്രനെതിരെ മൊഴി നൽകിയിരുന്നു. പോറ്റി കഴിഞ്ഞ ദിവസം മൊഴി നൽകിയിരുന്നു. പോറ്റി പറയുകയുണ്ടായി തൻ്റെ വീട്ടിൽ ഈ കടകംപള്ളി സുരേന്ദ്രൻ വന്നിട്ടുണ്ട്, കടകംപള്ളി സുരേന്ദ്രനുമായി അടുത്ത ബന്ധമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പോറ്റിയും മൊഴി നൽകിയതാണ്. 2 മാസം മുൻപ് പോറ്റി നൽകിയ മൊഴിയിൽ ഇതുവരെ കടകംപള്ളി സുരേന്ദ്രനെ വെറുതെ ചോദ്യം ചെയ്ത് വിട്ടയച്ചതല്ലാതെ യാതൊരുവിധ നടപടികളും കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റു നടപടികളിലേക്ക് പോകാനോ ഒന്നും തന്നെ ഈ ഒരു SIT സംഘം മുന്നോട്ട് വന്നിട്ടില്ല. PS പ്രശാന്തിനെ ചോദ്യം ചെയ്യും, മുൻ ദേവസ്വം പ്രസിഡന്റായ PS പ്രശാന്തിനെ ചോദ്യം ചെയ്യുമെന്നുള്ള വാക്കുകൾ മാത്രമാണ് പറയുന്നത്. ഇതുവരെ ഈ കുറ്റം ചെയ്യപ്പെട്ട അല്ലെങ്കിൽ തെളിവുകളുള്ള വ്യക്തികളെ ചോദ്യം ചെയ്യാനോ അവർക്കെതിരെ നടപടിയെടുക്കാനോ യാതൊരുവിധ കാര്യങ്ങളും SITയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത്. കാരണം SITയുടെ ഭാഗത്ത് നിന്ന് വൻ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ EDയുടെ ഭാഗത്ത് നിന്നുണ്ടായ ഈ കഴിഞ്ഞ ദിവസം ED ഇവിടെ തെളിവെടുപ്പിനൊക്കെ വന്നിരുന്നു. ഇവിടെ ട്രിവാൻഡ്രത്തും അതുപോലെ തന്നെ 21 സ്ഥലങ്ങളിൽ കേരളം അതുപോലെ ചെന്നൈ. തീർച്ചയായും ശ്രീനന്ദ, അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക്. അതായത് ഉള്ള തെളിവുകൾക്ക് നേരെ കണ്ണടച്ച് ഇല്ലാത്ത തെളിവുകൾ മെനയാനും സൃഷ്ടിക്കാനും ഒക്കെയാണ് ഇവിടുത്തെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കഴിവ് തെളിയിക്കുന്നത്. ശ്രീനന്ദയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും തന്ത്രി അടക്കമുള്ളവർക്ക് ഇന്ന് നിർണായക ദിനം കൂടിയാണ്. വിജിലൻസ് കോടതി ഇന്ന് ജാമ്യം പരിഗണിക്കും. ഒപ്പം കസ്റ്റഡിയിൽ വാങ്ങാൻ ഒരുങ്ങുകയാണ് പ്രത്യേക അന്വേഷണ സംഘം ഈ തന്ത്രി കണ്ഠരര് രാജീവരെ. ജാമ്യാപേക്ഷയും അതേസമയം തന്നെ കോടതി പരിഗണിക്കും. ശ്രീനന്ദയാണ് വിവരങ്ങൾ നൽകിയത്.